യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മൾ എടുക്കേണ്ട രണ്ടാമത്തെ ആയുധമായി രക്ഷയുടെ ശിരസ്ത്രം എന്നുള്ള ആ ആയുധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. രക്ഷയുടെ ശിരസ്ത്രം എന്ന ആ ആയുധത്തിന്റെ പ്രത്യേകത നമുക്ക് പ്രതിരോധം തീർക്കുന്നതായ ഒരു ആയുധമാണ് ഈ ഹെൽമെറ്റ് ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ ശിരസ്ത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് രക്ഷയുടെ പ്രത്യാശ എന്നുള്ള ഒരു നിർവചനമാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്കെതിരെ കടന്നു വരുന്ന എല്ലാ സാത്താന്യ പ്രലോഭനങ്ങളുടെ നടുവിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ഈ രക്ഷയുടെ പ്രത്യാശ നമുക്ക് അവയെ പ്രതിരോധിപ്പാൻ സഹായിക്കും. ഈ ഒരു പ്രത്യാശ ഇല്ലാത്ത ആളുകൾ അവർ എപ്പോഴും സാത്താന്റെ ആക്രമണങ്ങൾക്ക് അവർ വിധേയരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ നിങ്ങൾ എത്രത്തോളം വർഷം ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിലും ഈ രക്ഷയുടെ ശിരസ്ത്രം നിങ്ങൾ അണിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സാത്താന്യ ആക്രമണങ്ങളെ പ്രതിരോധിപ്പാൻ കഴിയത്തില്ല. പല ആളുകളും ഈ ഒരു മേഖലയിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ക്രിസ്ത്യ ജീവിതം അത് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, അത് കൂട്ടമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഒരു പള്ളിയോ ഒരു ചർച്ച് അതിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചു നടത്തുന്നതായ ഒരു ജീവിതമാണ് എന്ന് നാം ചിന്തിക്കരുത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വർഷിപ്പിന് ഒന്നിച്ചു കൂടാറുണ്ട്, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാറുണ്ട്, ഒരുമിച്ച് പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടാറുണ്ട്, നല്ല ഫെലോഷിപ്പ് നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതം എപ്പോഴും നാം തനിച്ചു തന്നെയാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും രക്ഷയുടെ പ്രത്യാശയിൽ അവർ ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു പ്രത്യാശ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും സാത്താന്റെ അമ്പുകളെ നേരിടുവാൻ കഴിയില്ല. അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എഫീസ്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രക്ഷ എന്ന ശിരസ്ത്രവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗം ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. നമ്മൾ എടുക്കേണ്ടതായ മൂന്നാമത്തെ ആയുധം ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ഇവിടെ ആത്മാവിന്റെ വാള് എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ഈ ദൈവവചനം നൽകുന്നത്. അത് ഒരു വാള് പോലെയാണ്. വാളിന്റെ പ്രത്യേകത എന്താ? വാള് നമുക്ക് പ്രതിരോധത്തിനും അതേസമയം തന്നെ ആക്രമണത്തിനും ഉപയോഗിക്കാൻ സാധിക്കും. പ്രതിരോധം എങ്ങനെയാ? നമ്മുടെ കയ്യിൽ വാളിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മുടെ നേരെ അടുത്ത് വരുവാൻ പ്രയാസമായി തോന്നും. നമ്മൾ അവരെ പ്രതിരോധിക്കുമെന്നും നമ്മൾ അവരെ ആക്രമിക്കും എന്നുള്ളതായ ഒരു വലിയ സൂചന നമുക്ക് അതിലൂടെ ശത്രുവിന് കൊടുക്കുവാൻ സാധിക്കും. ഈ വചനം നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്, വചനം നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക, വചനത്തിലൂടെ ജീവിക്കുക എന്നിത്യാദി അർത്ഥങ്ങൾ അതിലുണ്ട്. കർത്താവ് യേശുക്രിസ്തു താൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും, യേശു അവിടെ ഉപയോഗിച്ചത് മുഴുവനും വചനമായിരുന്നു. വചനത്താൽ യേശു പ്രതിരോധിക്കുന്നു, അതേപോലെ തന്നെ വചനത്താൽ യേശു സാത്താന്റെ പരീക്ഷകളെ യേശു നേരിടുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വചനം നമുക്ക് ആയുധമായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വചനം ഐക്യപ്പെടുന്ന വചനമാണ്. ഇതിന്റെ എബ്രായ മൂലപദത്തിന്റെ അർത്ഥം വചനം എന്ന് പറയുന്നത് ഒരു സാധനം പോലെ എന്നുള്ളതാണ്. അതായത് ഒരു വസ്തു ഐക്യപ്പെടുന്നത് പോലെ വചനം ഐക്യപ്പെടുന്നു. നമ്മൾ പറയുന്നതായ വേർഡ്സ്, വാക്കുകൾ, അത് ഒരു വസ്തു എന്ന പോലെ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത്. നോക്കുക, ദൈവം എന്താണ് ചെയ്തത്? ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് തന്റെ വാക്കിനാലാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവായി വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വചനം, നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ആത്മാവാണ് നമുക്ക് ഈ വചനം നൽകുന്നത്. ഈ വചനത്തിന്റെ പ്രത്യേകത, വചനം ഗാഡ് ഇൻസ്പയർഡ് ആണ്, ദൈവത്താൽ പ്രചോദിതമായ വചനമാണ്, ദൈവശാസ്ത്രീയമായ വചനമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം നന്നായി വായിക്കുകയും മനസ്സിലാക്കുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ആയുധമെന്ന പോലെ ഉപയോഗിക്കുവാൻ കഴിയുള്ളൂ. വളരെ വ്യക്തമായ ചില വാക്യങ്ങൾ ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം പറയുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും
ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഈ വാക്യത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നമ്മുടെ സ്തുതി എന്ന് പറയുന്നത് ദൈവവചനത്താലുള്ള സ്തുതിയായിരിക്കണം. ദൈവവചനത്തിന് അടിസ്ഥാനമായ സ്തുതിയായിരിക്കണം. ദൈവവചനം ഉൾക്കൊള്ളുന്നതായ ആത്മീക ഗീതങ്ങളായിരിക്കണം നമ്മൾ പാടേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഈ വചനം തമ്മിൽ പഠിപ്പിക്കണം. ഒരാളോട് ഈ വചനം സംസാരിക്കണം, തമ്മിൽ പ്രബോധിപ്പിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബുദ്ധി ഉപദേശിക്കണം. അതേപോലെ തന്നെ നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി, അവിടെയും ദൈവത്തിന്റെ വചനമാണ് ദൈവം നമ്മെ കാണിക്കുന്നത്. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം, ഈ പറയപ്പെട്ടതെല്ലാം തന്നെ ക്രിസ്തുവിന്റെ വചനത്താലുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഒരു വാളെന്ന പോലെ നിങ്ങളിൽ വസിക്കട്ടെ. ഒരു വാള് നമുക്ക് തരുന്നതായി കോൺഫിഡൻസ് എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ചിന്ത കടന്നു വരുമ്പോൾ ഈ ആയുധത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ആ ചിന്തകൾ നമുക്ക് നിവർത്തിക്കുവാൻ സാധിക്കും. എന്ന് പറയുന്ന പോലാണ് സാത്താൻ നമുക്കെതിരെ കൊണ്ടുവരുന്നതായ സകല ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും സാത്താനെ തിരിച്ചാക്രമിക്കുവാനും നമ്മെ സഹായിക്കുന്നതായ ദൈവവചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഫിസിക്കലി ഉള്ള ബൈബിളിനെ കുറിച്ചല്ല പറയുന്നത്. പല ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ചില ആളുകൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ബൈബിൾ തലേണയുടെ അടിയിൽ വെച്ച് ഉറങ്ങാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ഒരു ധൈര്യം കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വചനം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. ഏതൊരു വിശ്വാസവും ചിലർക്ക് അതൊരു വലിയൊരു ആശ്രയമായിരിക്കുന്ന പോലെ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. അതുപോലെ ഭയം വരുമ്പോൾ 91 സങ്കീർത്തനം വായിക്കുന്നത് പലരുടെയും ഒരു ജീവിത ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഭയത്തിൻ്റെതായ അന്തരീക്ഷത്തിൽ വേദപുസ്തകം മാർവോട് ചേർത്ത് വെക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മെ വിടുവിക്കില്ല. നമ്മെ വിടുവിക്കുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്, നമ്മുടെ ചിന്തകളിൽ ആ വചനം എന്ന് നിറയുമ്പോഴാണ്. ഓരോരോ പ്രതിസന്ധിയുടെ നടുവിൽ വചനം നമ്മൾ ഓർക്കുകയും ആ വചനം നമ്മൾ സംസാരിക്കുകയും ആ വചനത്തിന്റെ ആ നിറവിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സാത്താനെ നേരിടുവാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇത് ആത്മാവ് നമുക്ക് തരുന്ന ഒരു ആയുധമാണ്. അതേപോലെ തന്നെ 2 തിമോഥെയോസ് 3 അധ്യായം 16, 17 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായ, ദൈവശ്വാസീയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസം വീണ വചനമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇത് പൗലോസ് എഴുതിയതാണ്, ഇത് പത്രോസ് എഴുതിയതാണ്, ഇത് തിമോഥെയോസിനോട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇത് യാക്കോബ് എഴുതിയതാണ്, യോഹന്നാൻ എഴുതിയതാണ്. പക്ഷെ യോഹന്നാൻ എഴുതിയാലും പത്രോസ് എഴുതിയാലും യാക്കോബ് എഴുതിയാലും ആരെഴുതിയാലും ഈ നമുക്ക് നൽകപ്പെട്ട വചനം ഓരോന്നും ദൈവത്തിന് ശ്വാസം വീണ വചനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ദാസന്മാരായ ഈ എഴുത്തുകാരോട് സംസാരിച്ച് ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതിയതായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിന് വലിയ പ്രാധാന്യമുള്ളത്. നമ്മളെക്കാൾ ഏറെ പിശാച് ഈ ബൈബിളിന്റെ ദൈവനിശ്വാസ്യതയിൽ അവൻ വിശ്വാസമുള്ളവനാണ്. കാരണം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, പിശാച് താനും ദൈവ വചനത്തിനുമ്പാകെ വിറയ്ക്കുന്നു, എഴുതപ്പെട്ട വചനത്തെ അവൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു എഴുതപ്പെട്ട വചനം തന്നെയാണ് പറയുന്നത്. ചില ആളുകളൊക്കെ ഈ വചനം വളരെ വ്യത്യസ്തമായി സംസാരിക്കാറുണ്ട്. പക്ഷെ എഴുതപ്പെട്ട വചനം തന്നെ നമ്മൾ സംസാരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് ട്രാൻസ്ലേഷൻ വേരിയേഷൻസ് നമ്മൾ അവിശ്വസിക്കണമെന്നല്ല. പക്ഷെ ദൈവത്തിന്റെ വചനം എന്താണോ ദൈവം അർത്ഥമാക്കിയത്, ആ അർത്ഥത്തിൽ നിന്നും യാതൊരു വ്യതിയാനം നമ്മൾ വരുത്താതെ ദൈവത്തിന്റെ വചനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇത് ദൈവശ്വാസ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ വേദഭാഗങ്ങൾ വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ പിശാചും കൂടെ ഭയപ്പെടുന്നതായ ഈ വചനം കൊണ്ട് നമുക്ക് അവനെ ആക്രമിക്കുവാൻ കഴിയുള്ളൂ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന് ഭയങ്കര ഭയമാണ്. നമ്മൾ വചനം പഠിക്കരുത്, വചനം മനസ്സിലാക്കരുത് എന്നുള്ള ഏറ്റവും വലിയ താല്പര്യമുള്ള വ്യക്തി പിശാചാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ആത്മാവിന്റെ വാളെടുത്ത് നമ്മൾ പോരാടുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ഈ വാളിനാൽ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് പിശാച് കൊണ്ടുവരുന്ന ആക്രമണങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും പിശാച് കൊണ്ടുവരുന്നതായ ആക്രമണങ്ങൾ, അത് ഏത് രീതിയിലാണെങ്കിലും അവിടെ എല്ലാം ദൈവത്തിന്റെ വചനം നമ്മൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. സാധാരണയായിട്ട് പട്ടാളത്തിലുള്ള ആളുകൾ അവർ വാൾ ഉപയോഗിക്കുമ്പോൾ അവർ യുദ്ധത്തിൽ ആദ്യമായിട്ടല്ല വാൾ ഉപയോഗിക്കുന്നത്. അവർ അവരുടെ പരിശീലനങ്ങളിൽ വാൾ ഉപയോഗിക്കുവാൻ അവർ പരിശീലിക്കാറുണ്ട്. അങ്ങനെ പരിശീലിക്കുമ്പോഴാണ് അവർക്ക് എങ്ങനെ വാൾ ഉപയോഗിച്ചാൽ അതിന് വിജയപ്രദമായി തീരുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ചെറുതാകട്ടെ വലുതാകട്ടെ വിഷയങ്ങളെല്ലാം തന്നെ ദൈവവചനത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഇത് ആത്മാവിന്റെ വാളാണ്. എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും, ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ വചനം ചെയ്യുന്നതായ കാര്യം എന്താണ്? സന്ധിമജ്ജകളെ അത് വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. ഒരു വ്യക്തിയെ രൂഢമൂലമായി മാറ്റുവാൻ ദൈവവചനത്തിന് സാധിക്കും. ഒരു രാജ്യത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് വിശ്വസിച്ചുകൂടെ? അതെ, രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, ആ വചനം ഒരു വാളായി നമുക്ക് എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നോക്കണേ, എത്ര വലിയ സർവായുധ വർഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നതായ ഈ ആയുധവർഗങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഒരു ആയുധമായിട്ടാണ് നമ്മൾ ഈ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളിനെ കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നത്. നോക്കണേ, വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, അടുത്തത് ആത്മാവിന്റെ വാള്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ശത്രുവിന്റെ ആക്രമണങ്ങളെ തടയുവാൻ വിശ്വാസം എന്ന പരിച പിടിച്ച്, ശത്രുവിന്റെ ആക്രമണങ്ങളെ തടയുവാൻ തലയിൽ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരസ്ത്രം, രക്ഷയുടെ ആ പ്രത്യാശ നമ്മൾ ധരിച്ചുകൊണ്ട്, മൂന്നാമതായിട്ട് പ്രതിരോധിക്കുവാനും ആക്രമിക്കുവാനും നമ്മുടെ കയ്യിൽ വചനമെന്ന വാള് ദൈവം നൽകിയിരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഈ യുദ്ധത്തിൽ ജയാളികളായി തീരുവാൻ കഴിയും. പിശാച് ഭയപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പ്രസ്താവിച്ചു. ഒന്ന്, വിശ്വാസം എന്ന പരിച; രണ്ട്, ഹെൽമെറ്റ് ഫോർ സൽവേഷൻ; മൂന്നാമതായിട്ട് ദ സ്വേഡ് ഓഫ് ദ സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവിന്റെ വാള്. അതെടുത്തുകൊണ്ട് നിൽക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഇന്ന് ആത്മാവിനാൽ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുത്ത് കർത്താവേ, പിശാചിന്റെ സകല തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശുക്രിസ്തു ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ ഉപയോഗിച്ചപ്പോൾ പിശാചിന് ഒരു മറുപടിയില്ലാതെ അവൻ കീഴടങ്ങിയതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷകളാണെങ്കിൽ പോലും കർത്താവെ, ദൈവവചനത്താൽ ഞങ്ങൾ അവയെ നേരിടുവാൻ, ഏത് വചനവും ദൈവവിശ്വാസ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ ആ ഉറപ്പിൽ ഞങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലെ വേദവചന ഭാഗം ഇതേ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.